നിലവിൽ ഇതുവരെ എത്ര പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും തിരച്ചിലുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കെടാവർ നായയെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്ത് തിരച്ചിലുകൾ നടക്കുന്നത്. ഏതായാലും ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പ്രദേശത്തുള്ള വീടുകളിലെ ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. 9 പേരെയോളം രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയായ വിംസ് മെഡിക്കൽ കോളേജിലേക്കാണ് ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ മുഴുവനായും മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഈ NDRFന്റെ അടക്കം ഈ സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും അടക്കം ഒരു സംഘം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ആശങ്കാജനകമായ കാര്യം. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ ഇത്തരത്തിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും സാധ്യമായ രീതിയിലെല്ലാം തന്നെയുള്ള തിരച്ചിലുകൾ നടത്തുകയാണ്. പക്ഷേ എത്ര പേർ ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകട സമയത്തുള്ള ഒരു CCTV ദൃശ്യം നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ CCTV ദൃശ്യത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ പ്രദേശത്തോട് ചേർത്തുള്ള ഒരു കടയ്ക്ക് സമീപം നിൽക്കുന്ന 2 ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് ഈ പാലത്തിന് സമീപത്തുകൂടെ നടന്നു വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ തൊഴിലാളികളെ എത്തിച്ച ഈ ബസ് അടക്കം ഈ ദുരന്തത്തിൽ പെട്ടിരുന്നു. ഈ ബസ് അടക്കം ഈ പാലത്തിന് സമീപം നിൽക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അവിടെ നിന്നാണ് പെട്ടെന്നാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്നൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഒരു മണ്ണിടിച്ചിലിന്റെ ഭാഗമായി കുറച്ച് അപ്പുറം നിൽക്കുന്ന ആളുകളെ പോലും ഈ മണ്ണ് ഇടിച്ചുകൊണ്ട് തന്നെ കുറെ മുമ്പോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിലവിൽ ഹിരകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, കുംഭമൂൽ, കുഞ്ചു, സന്തോഷ് കുമാർ എന്നിങ്ങനെ 9 പേരാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. ഏതായാലും ക്യാമ്പുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളടക്കം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രാവിലെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഏതായാലും ഈ തിരച്ചിലുകളെല്ലാം തന്നെ നടന്നു വരികയാണ്. നിലവിൽ 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും അപകടത്തിൽപ്പെട്ട 9 പേർ നിലവിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സാധ്യമായ രീതിയിലെല്ലാം തന്നെയുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മന്ത്രിമാർ അല്പസമയത്തിനുള്ളിൽ ഈ ജില്ലയിൽ എത്തും. ഈ IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക അടക്കമുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക എത്ര പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനഘ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് അതീവ ദുഷ്കരമാണ്. പോലീസും അഗ്നിശമന യൂണിറ്റുമായിരുന്നു നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ NDRF സംഘം അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ രക്ഷാപ്രവർത്തനം എങ്ങോട്ട് പോകുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തതയില്ലാത്തത്. പ്രദേശവാസികൾ അടക്കം പറഞ്ഞ അറിവ് മാത്രമാണുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. കാരണം ഈ പ്രദേശത്ത് എത്ര പേർ കുടുങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര തൊഴിലാളികൾ ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതക്കുറവ് നിലവിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശം ചൂരൽമലയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ആ പ്രദേശത്തേക്ക് സഞ്ചരിച്ച ആളുകളടക്കം ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള ആശങ്കകളും നിലവിലുണ്ട്. പ്രധാനപ്പെട്ട ഈ സ്കൂളുകളിലേക്ക് വരുന്ന ആളുകളും മറ്റു തൊഴിലിടങ്ങളിലേക്ക് വരുന്ന ആളുകളും ഈ 900 കണ്ടി ഉൾപ്പെടെയുള്ള അട്ടമല ഗ്ലാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നിരവധി ആളുകൾ ദിനം പ്രതി ഈ പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക്, അതായത് ചൂരൽമലയിലേക്കും അതുപോലെ തന്നെ തിരികെ മേപ്പാടിയിലേക്കും സഞ്ചരിച്ച ആരെങ്കിലും യാത്രക്കാരോ അല്ലെങ്കിൽ വഴിയാത്രികരോ ആയിട്ടുള്ള ആരെങ്കിലും ഈ മണ്ണിടിച്ചിലിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഈ കെടാവർ നായയെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലുകൾ തന്നെയാണ്. കാരണം മണ്ണിനടിയിൽ ജീവനുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു പരിശോധന നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. JCBയും ഹിറ്റാച്ചികളും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മണ്ണ് നീക്കിയുള്ള ഒരു തിരച്ചിലുകളും നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആശങ്കാജനകം ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. ഇത്തരത്തിൽ പെട്ടെന്നാണ് ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ
മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനോ ഉള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ഇന്നലെ രാവിലെയാണ് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നിലവിൽ ഇപ്പോൾ സമയം 3 മണി പിന്നിട്ടിരിക്കുന്നു. ഒരു 6 മണിയാകുമ്പോഴേക്കും ഇത്തരത്തിൽ പ്രധാനമായും 6 മണി കഴിയുമ്പോഴാണ് ഇരുട്ട് വീഴുകയെങ്കിൽ പോലും ഈ മലയോര മേഖലകളിലേക്കടക്കം ഇത്തരത്തിൽ നേരത്തെ ഇരുട്ട് വീണ് തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ സാധ്യമായിട്ടുള്ള തിരച്ചിലുകൾ നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ ഇപ്പോൾ അധികൃതർ ഉണ്ടാക്കുന്നത്. ഏതായാലും നിലവിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾ എത്തിച്ച് പരിശോധനകൾ നടത്തുന്നു. NDRFന്റെ കൂടുതൽ യൂണിറ്റുകൾ കോഴിക്കോടിനും കണ്ണൂരിനും അടക്കമുള്ള കൂടുതൽ യൂണിറ്റുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും അടക്കം നേതൃത്വത്തിൽ പോലീസുകാരടക്കം ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. ഇനിയും ഒരു മണ്ണിടിച്ചിൽ സാധ്യത കൂടി നിലനിൽക്കുന്നതിനാൽ ഈ ആളുകളെ എല്ലാം തന്നെ ചുളിക്കയിലെ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറ്റുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.